ഒരു വെറൈറ്റി സാധനം ഉപ്പിലിടാൻ വേണ്ടി പോവാണ്. നിങ്ങൾ ഇതിനു മുന്നേ കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഉപ്പിലിടാൻ പോകുന്നത്. എന്തായാലും ഉപ്പിലിട്ടിട്ട് വരണം. ഞാൻ ഉപ്പിലിടാൻ പോകുന്ന ഐറ്റമാണ് കോവയ്ക്ക. എല്ലാരും കോവയ്ക്കായും മാങ്ങായും പേരക്കായും അങ്ങനെ പല ഐറ്റങ്ങൾ ഉപ്പിലിട്ടത് കഴിച്ചിട്ടുണ്ട്. പക്ഷെ കോവയ്ക്ക ഉപ്പിലിട്ടത് കഴിച്ചത് ആരും കാണത്തില്ലെന്നാണ് എന്റെ വിചാരം. പക്ഷെ ഞാൻ ഇട്ട് നോക്കിയിട്ട് പറയാം എങ്ങനെയുണ്ടെന്ന്. എന്നിട്ട് നിങ്ങൾ എല്ലാവരും ഇട്ടാ മതി. ഇതെന്തായാലും കഴുകണം. വാ. അപ്പൊ ഇതേ കോവയ്ക്ക നല്ല അടിപൊളിയായിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതേ പിന്നെ കോവയ്ക്ക മാത്രമല്ല അതിൻ്റെ കൂടെ കാന്താരി ഇടുന്നുണ്ട്. അപ്പൊ ഇത് നമ്മൾ മൊത്തത്തിൽ ഇടുന്നില്ല, കുറച്ചെടുത്ത് നമ്മൾ മാറ്റിയിട്ടുണ്ട് തോരൻ വെക്കാൻ വേണ്ടിയിട്ട്. സംഭവം പണി പാളിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിഷമം വരരുത്. അതുകൊണ്ട് നമുക്ക് കോവയ്ക്ക പൊരിച്ചു തിന്നാം. അപ്പൊ അതിനോടൊപ്പം നമുക്ക് ഇതിട്ട് നോക്കിയിട്ട് അടിപൊളിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനിയും ഇടുന്നതായിരിക്കും. അപ്പൊ ഇതിനു വേണ്ടി എന്തൊക്കെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇതേ ഒരു ഗ്ലാസിന്റെ കുപ്പി എടുത്തിട്ടുണ്ട്. ഗ്ലാസിന്റെ കുപ്പി ഇല്ലാത്തൊരു സാധാ എടുത്താലും മതി. അപ്പൊ ഞാനിത് ചുമ്മാ വീട്ടില് ഗ്ലാസിന്റെ കുപ്പികളോണ്ട് എടുത്തത്. വെള്ളം ഒഴിക്കുകയാണ് കുപ്പി. ഇത്രേ വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് ഈ കോവയ്ക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് നോക്കിയിട്ട് വെള്ളം ഒഴിക്കാം. ഇനി ഇതിനകത്ത് ഇടാനുള്ള സാധനങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പൊ ദേ നമ്മൾ കോവയ്ക്ക ജസ്റ്റ് ഒന്ന് ദേ നമ്മളിങ്ങനെ ഇങ്ങനെ ലൈൻ ഇട്ട് കൊടുക്കണം. കണ്ടോ, മുറിക്കരുത്. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അതിനകത്തോട്ട് ഉപ്പ് കയറാൻ വേണ്ടിയിട്ട് ഒരു ഇങ്ങനെ ലൈൻ ഇട്ട് കൊടുത്തിട്ട് നമ്മള് പിളർത്തിയിട്ട് നമ്മൾ കുപ്പിക്കകത്തോട്ട് ഇട്ട് കൊടുക്കണം. അപ്പൊ ഇത് അവസാന കോവയ്ക്കായും കൂടെ നമ്മൾ ഇതിനകത്തോട്ട് ഇടുകയാണ്. അപ്പൊ ഇത് ഇനി ഇടാൻ പോകുന്നത് നല്ല അടിപൊളി ഇത് കാന്താരി. ഈ കാന്താരി നമ്മൾ ഇടുന്ന പച്ചക്ക് ഇടുവാണ്. കാണാലോ അല്ലേ? അയവ. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ഇടാൻ പോകുന്നത് ടേസ്റ്റ് ടു സാൾട്ട്, ഉപ്പ്. ഷോക്ക് ഒട്ടും കുറവുണ്ടെന്ന്. വിനീഗർ അത് നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ഒഴിച്ചാൽ മതി. ഇതിന്റെ മൂടിത് നമ്മൾ ഇടുവാണ്. ഞാനൊന്ന് ഇളക്കാന്ന് പറഞ്ഞു, പക്ഷെ നമുക്ക് മൂടിയിട്ടിട്ട് നമുക്ക് പുലിക്കാം. ഇതേ ഇത് കാണുമ്പോ എനിക്ക് എന്തോ ഓർമ്മ വരുന്നറിയാവാ, നമ്മള് പണ്ട് മുന്തിരിങ്ങ വൈൻ ഉണ്ടാക്കിയില്ലേ? അതിനകത്ത് ഇങ്ങനെ നമ്മളിങ്ങനെ മാറ്റി വെച്ചിട്ട് ഇനി എടുക്കുമ്പോ കാണിച്ച. അപ്പൊ ഇനി ഇതിപ്പോ 2 ദിവസം നമ്മള് ഉപ്പ് പിടിക്കാൻ വെക്കും. എന്നിട്ട് എടുക്കുമ്പോ കാണിച്ചില്ല എങ്ങനെയുണ്ടെന്ന്. അപ്പം നമുക്ക് നോക്കാം. അപ്പളെ എനിക്കും ഇതിന്റെ ടേസ്റ്റ് അറിയത്തുള്ളൂ. അപ്പൊ കാണാം. ഈ സാധനം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നമ്മള് കഴിഞ്ഞ ദിവസം ഉപ്പിലിട്ടാണ്. അതായത് ശനിയാഴ്ച ഞാൻ ഇട്ട് വെച്ചാണ്. ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കോവയ്ക്കാണ്. കോവയ്ക്ക ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, ഇന്നേക്ക് 4 ദിവസമായിട്ടുണ്ട് ഇത് ഉപ്പിലിട്ട്. അപ്പൊ നമുക്ക് ഇതൊന്ന് തുറന്ന് ടേസ്റ്റ് ചെയ്യാം. ഞാൻ ഇടയ്ക്ക് തുറന്നു നോക്കാറുണ്ട്, ഇങ്ങനെ ഇളക്കി കൊടുക്കാറുണ്ട്. പക്ഷെ ഇന്നൊന്നും നമുക്ക് എന്തായാലും കഴിച്ചു നോക്കാം. ഇങ്ങോട്ട് കാണിച്ചു. ഇത് കണ്ടോ, ആ കാന്താരി മുളകും കോവയ്ക്കാടയൊക്കെ കിടപ്പുണ്ടോ? അയവ. കാന്താരി, ഒരു കാന്താരി എടുത്ത് കഴിച്ചു നോക്കട്ടെ. കാന്താരി ഉപ്പിലിട്ട മോനെ. നമ്മളെ കോവയ്ക്കതെ പച്ച കളറൊക്കെ മാറി നല്ല ഉപ്പൊക്കെ പിടിച്ച് ഇങ്ങനെ. എന്റെ മോനെ, കോവയ്ക്കാണെന്ന് പറയത്തേ ഇല്ല. വേറൊരു ടേസ്റ്റ്, അടിപൊളി സാധനം കേട്ടാ. കാന്താരിക്ക് ഇതിനകത്ത് കിടന്നിട്ട് സെറ്റ് ആയില്ലേ. ഒരു കാന്താരിയും കൂടെ ഇങ്ങനെ വെച്ചിട്ട് ആ കാന്താരിയുടെ ആ പവറും ആ വിനീഗറിന്റെയും ഉപ്പെല്ലാം കൂടെ ചേർന്നിട്ട് കോവയ്ക്ക് ഒരു വ്യത്യസ്ത ടേസ്റ്റ് കേട്ടാ.
നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല, അടിപൊളി സാധനം. നിങ്ങൾ തിന്നോണ്ടിരിക്കാൻ തോന്നുന്നു. ഇതേ കാന്താരി വെച്ചിട്ട് തന്നെ തിന്നണം, നല്ല ടേസ്റ്റാ. ഇതിങ്ങനെ കാന്താരി വെച്ച് ചെയ്യുന്നപ്പോ നല്ല ടേസ്റ്റ് ഉണ്ട്. പൊളിയെന്ന് പറഞ്ഞാൽ ഒന്നും കൂടെ തിന്നണ്ട. അന്യായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യായ സാധനം. നിങ്ങളെല്ലാവരും ടെസ്റ്റ് ചെയ്ത് നോക്കണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ഐറ്റമാണ്. ഇതൊന്നും കഴിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ്? നമ്മളെല്ലാം ഉപ്പിലിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് വ്യത്യസ്ത സാധനങ്ങളൊക്കെ നമ്മൾ കഴിക്കണമല്ലോ. അതുകൊണ്ടാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അടിപൊളി ഐറ്റമാണ്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.